സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. എങ്ങനെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ട് ഏകദേശം 49,000ഓളം പ്ലസ് സ്റ്റുഡൻസ് പ്രിലിംസ് പാസ്സായിട്ടുണ്ട്. ദേ ആർ എലിജിബിൾ ടു റൈറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. അപ്പോ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വരാൻ പോകുന്ന ഈ എക്സാമിനിൽ ക്വാളിഫൈ ചെയ്യാൻ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം? ഇവിടെ വളരെ 50+ ഡേയ്സ് നമ്മുടെ മുന്നിലുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 27th മെയിൻസ് എക്സാം. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 54 ഡേയ്സ് നിങ്ങളുടെ മുമ്പിലുള്ളൂ. അപ്പോ അങ്ങനെ കൺസേൺഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ, ലൈക്ക് ഇത്രയും ഹൈ കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ എങ്ങനെ ഞാൻ പഠിക്കും? അതേപോലെ തന്നെ ഉള്ള ഒരു അടുത്ത പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിൽ ഈ പുതിയ പേപ്പർ 2 സിലബസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് ടോപ്പിക്, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, കേരള എക്കണോമിക്ക് 30 മാർക്കിന്റെ വെയിറ്റേജ് അവർ കൊടുത്തിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവർ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇ ഗവർണൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ 20 മാർക്ക് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 2 80 മാർക്കും ഭൂരിഭാഗം സ്റ്റുഡൻസിനും ന്യൂ ആണ്. കുറച്ച് എൻവയറമെന്റ് ടോപ്പിക് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഏകദേശം പേപ്പർ 2 ഒരു കൺസേൺ ആണ്. കാര്യം ഇതിനു മുമ്പ് ഈ ഏരിയയിൽ നിന്ന് കാര്യമായിട്ട് മീൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എങ്ങനത്തെ ചോദ്യമാണ്, സിലബസ് തന്നെ എങ്ങനെ പഠിക്കണമെന്ന് അറിഞ്ഞൂടാ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കുമെന്നും പല കുട്ടികൾക്കും കൺസേൺ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൺസേൺ ആയി നിൽക്കുന്ന കുട്ടികൾക്ക് ഇനിയുള്ള ഒരു 50 ദിവസം ഒരു കൃത്യമായ പ്ലാനോട് കൂടി ഈ MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു കൃത്യമായ സ്ട്രാറ്റജി കൂടി നെക്സ്റ്റ് ഒരു 50 ഡേയ്സ് പഠിക്കുകയാണെങ്കിൽ സീരിയസ് ആയ ഒരു കാൻഡിഡേറ്റിന് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സിലബസ് എടുത്ത് നോക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ആ സിലബസ് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സിലബസ് നിങ്ങൾ നോക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സിലബസിൽ പറയുന്ന പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെ സിലബസ് ശരിക്കും നോക്കുക. അപ്പൊ ഇതില് പേപ്പർ 1 സിലബസ് നിങ്ങൾ നോക്കുമ്പോൾ കുറെ സബ്ജക്ട്സ് നിങ്ങൾ പ്രിലിംസിന് പഠിച്ചതാണ്. അതിൽ ചില ടോപ്പിക്സ് മാത്രം പ്രിലിംസിന് പഠിക്കാത്ത ടോപ്പിക്സ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഇത് ഒഴിച്ചാൽ ബാക്കി ഭൂരിഭാഗം സബ്ജക്ട്സും പേപ്പർ 1 പഠിച്ചതാണ്, പ്രിലിംസിന് പഠിച്ചതാണ് പേപ്പർ 1. അപ്പൊ പേപ്പർ 2 അങ്ങനെയല്ല. അപ്പോൾ പേപ്പർ 1 നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് കേരള PSC എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പേപ്പർ 2 ഒരു കൺസേൺ ആണെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പർ 1 കൂടി ബാലൻസ് ചെയ്ത് വേണം പഠിക്കാൻ. അതായത് പേപ്പർ 1 പേപ്പർ 2 ബാലൻസ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പൊ ഇവിടെ ഈ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് ആ സബ്ജക്റ്റിൽ നിന്ന് ഇതുവരെയും ഉള്ള മീൻസ് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. അപ്പൊ സിലബസ് നന്നായി കണ്ടതിന് ശേഷം ഡിഗ്രി 2021 മുതലുള്ള ഡിഗ്രി പ്രിലിംസിന്റെയും ഡിഗ്രി മെയിൻസിന്റെയും പല ഡിഗ്രി മെയിൻസിന്റെ എക്സാം കേരള PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ സിലബസ് നോക്കിയിട്ട് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ്റ്ററി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിക്ക് ആകെ 7 മാർക്കേ ഉള്ളൂ. അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് മീൻസ് ഈ ഇത്രയും വാസ്റ്റ് ആയ സിലബസ് നിന്ന് 7 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മൊത്തം സിലബസ് പഠിക്കുന്നതിനെക്കാട്ടി ഏറ്റവും എഫക്റ്റീവ് ആണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് പോയി പഠിക്കുക എന്നുള്ളത്. അതെങ്ങനെ ഇമ്പോർട്ടന്റ് ഏരിയാസ് മനസ്സിലാക്കുന്നത്? നമ്മൾ
ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഏരിയാസും മനസ്സിലാവും, എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതും മനസ്സിലാവും, എങ്ങനെയാണ് നമ്മൾ പഠിച്ച ടോപ്പിക്ക് തെറ്റുക എന്ന് മനസ്സിലാക്കുക എന്നാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒരു ആ എക്സാമിന് ക്വാളിഫൈ ചെയ്യേണ്ട ഏറ്റവും പ്രൈമറി ക്രൈറ്റീരിയ ആണ് എന്ത്, സിലബസിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ, സിലബസിൽ പറയുന്ന ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു നോളജ് ഉണ്ടാകണം. ആ ഏരിയയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാകണം. ആ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഡെപ്ത്, എത്ര ഡെപ്തിലാണ് കേരള PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതും അറിയണം. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ UPSCന്റെ ക്വസ്റ്റ്യൻസും ഈ സിലബസിൽ നിന്നുള്ള UPSCന്റെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. കാര്യം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം പാറ്റേണിലും സെയിം ഏരിയാസിൽ നിന്നുമാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏകദേശം 54 ദിവസമേ ഉള്ളൂ. അപ്പൊ ഒരു സീരിയസ് ആയ കാൻഡിഡേറ്റ് ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റുന്നത് 10-12 മണിക്കൂറും ആണ്. നമുക്കൊരു സീരിയസ് ആയിട്ട് ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അത് പഠിച്ചേ പറ്റൂ. 10 മണിക്കൂറെങ്കിലും ദിവസം പഠിക്കാണ്ട് ഈ എക്സാം പാസ്സാവുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ മിനിമം അറ്റ്ലീസ്റ്റ്, പക്ഷേ ഈ 10 മണിക്കൂർ തന്നെ എങ്ങനെ നിങ്ങൾ പഠിക്കുന്നു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, സ്മാർട്ടായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുള്ള അനുസരിച്ചിരിക്കും നിങ്ങളുടെ സക്സസ്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും അധികം കുട്ടികളുള്ളപ്പോൾ ആരാണ് കൂടുതൽ സ്മാർട്ട്, ആരാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് സ്മാർട്ടായിട്ട് അവരുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത്, അവര് പഠിക്കുന്നത് എന്നനുസരിച്ചിരിക്കും നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ്, അപ്പൊ സിലബസ് കണ്ടു, നമുക്ക് സിലബസിൽ തന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്ന മാർക്ക്, എത്ര ക്വസ്റ്റ്യൻസ് വരുമെന്നും അതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പേപ്പർ 1 100 ക്വസ്റ്റ്യനും 100 മാർക്ക്, പേപ്പർ 2 100 ക്വസ്റ്റ്യനും 100 മാർക്ക്. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോൾ ഓരോ സബ്ജക്റ്റും ഏത് സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ടൈം കൊടുക്കേണ്ടത്. ഒരു ദിവസം നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണം. അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സിലബസിൽ പറയുന്ന ഓരോ ടോപ്പിക്കും എടുത്തിട്ട് അതിന്റെ ടൈം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. പിന്നെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മള് കേരള സെക്രട്ടേറിയറ്റ് PSCയുടെ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങൾ, മെറ്റീരിയൽ ആണെങ്കിലും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം, പ്രത്യേകിച്ച് പേപ്പർ 2 കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ മെറ്റീരിയലും ക്വസ്റ്റ്യൻസും മാത്രം കിട്ടിയാൽ പോരാ, നിങ്ങൾക്ക് അത് കറക്റ്റ് ഗൈഡൻസും വേണം. എങ്ങനെ ഈ മെറ്റീരിയൽ വായിക്കണം, എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, എക്സാമിന് എങ്ങനെയാണ്, അതായത് നിങ്ങൾ സെപ്റ്റംബർ 27 എക്സാം എഴുതുന്നതിന് മുന്നോടിയായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 സെറ്റ്, അതായത് ഒരു പേപ്പർ 1 ഒരു 5 ഫുൾ ടെസ്റ്റും പേപ്പർ 2 5 ഫുൾ ടെസ്റ്റും നിങ്ങൾ എഴുതി പരിചയമുണ്ടാവണം. എങ്ങനെ ആ പറഞ്ഞ സമയത്ത് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം എന്നുള്ള ആ ഒരു പ്രാക്ടീസും കൂടി നമുക്ക് നിർബന്ധമാണ്. അപ്പൊ ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പഠിക്കുക, പ്രാക്ടീസ് ടെസ്റ്റ് മീൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു വ്യക്തമായ ഒരു ഡെയിലി ഷെഡ്യൂൾ, സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കുക. ആ ഓരോ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് ആ സബ്ജക്റ്റ് പഠിക്കുക. ഇതാണ് ഏറ്റവും ഈ കുറഞ്ഞ ടൈമിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് പേപ്പർ 2ന്റെ ഒരു ജനറൽ സിലബസ് ആണ്. ഞാൻ ഡീറ്റെയിൽഡ് സിലബസിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ സിലബസ് നമ്മൾ ടെലിഗ്രാം ചാനലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ സിലബസിന്റെയും ഓരോ ടോപ്പിക്, ഫോർ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് എന്തായാലും 10 മാർക്ക് ഒരു PSC തന്നെ പറയുന്നുണ്ട്. 10 മാർക്ക് എന്ന് വെച്ചാൽ 10 ചോദ്യം വരും. അപ്പോൾ ഈ പേപ്പർ 2ന്റെ വെയിറ്റേജ് ഇങ്ങനെയാണ്: പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷന് 10 മാർക്ക്, പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റിന് 10 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് 20 മാർക്ക്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് 20 മാർക്ക്, കേരള എക്കണോമിക്ക് 30 മാർക്ക്, എൻവയറമെന്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് 20 മാർക്ക്, ഈ ഗവർണൻസിന് 10 മാർക്ക്. ഇവിടെ ഈ ഗവർണൻസ് നമുക്കൊരു ഗുണമുണ്ട്. കാരണം കഴിഞ്ഞ LSGSന്റെ എക്സാമിൽ ഈ ഗവർണൻസ് എന്ന് പറഞ്ഞ സിലബസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഈ ഗവർണൻസിന്റെ സിലബസും
ഓൾമോസ്റ്റ് സിമിലർ ആണ്. കുറച്ച് ടോപ്പിക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. IT ആക്ട്, അതുപോലെ തന്നെ പ്രൈവസി, ഡാറ്റ പ്രൈവസി, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് 3 ടോപ്പിക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഗവർണൻസിലോട്ട്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാം സിലബസ് സെയിം ആണ്. അപ്പൊ നമുക്ക് ഈ ഗവർണൻസിൽ അറ്റ്ലീസ്റ്റ് ഒരു സാമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. LSGSന്റെ 8 ചോദ്യങ്ങൾ ഈ ഗവർണൻസിന് കഴിഞ്ഞ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ സോൾവ് ചെയ്തിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഗവർണൻസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് മെറ്റീരിയലും ക്വസ്റ്റ്യൻസും അതനുസരിച്ച് ഞാൻ അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഒക്കെ പണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനിൽ പഠിച്ച വ്യക്തികൾക്ക് അറിയാം. ഓക്കെ, 2010 വരെ ഈ ഏരിയയിൽ നിന്ന്, പ്രത്യേകിച്ച് തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ആ സിലബസിൽ പറയുന്ന കുറെ ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആ കാലഘട്ടത്തിൽ UPSCന്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ 20 ഓൾറെഡി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSCന്റെ കയ്യിലുണ്ട്. കേരള എക്കണോമിയാണ് ഇത്രയും ഡെപ്തിൽ, അതായത് പ്രിലിംസ് ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ, അതായത് ചില ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ കേരള എക്കണോമിയുടെ ക്വസ്റ്റ്യൻസ് ആ സിലബസിൽ ഇല്ല. കെയർ എക്കണോമി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് കേരള എക്കണോമി സ്പെസിഫിക് ആയിട്ടും, അതേപോലെ തന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആയിട്ട് 15 മാർക്ക് വെച്ചിട്ട് കേരള എക്കണോമി ഉണ്ട്. പക്ഷെ നമുക്ക് സിലബസ് വെച്ചിട്ട് നമ്മുടെ നമുക്ക് ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് ആ കണ്ടന്റും അതുപോലെ തന്നെ MCQസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എൻവയറമെന്റ് സിലബസിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് PYQലുണ്ട്. പക്ഷെ അഗെയിൻ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവർ ഡെപ്തിൽ 10 മാർക്കാണ്, എൻവയറമെന്റ് 10 മാർക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് 10 മാർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന പേപ്പർ 2 എന്ന സിലബസ് നിങ്ങൾ പേടിക്കേണ്ട ഒരു സിലബസ് അല്ല. വളരെ സ്മാർട്ടായിട്ട് നല്ല കണ്ടന്റും നല്ല PYQ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. ഇവിടെ സിവിൽസ് 360 ഒരു സ്പെഷ്യൽ പ്രോഗ്രാം, ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം പോലെ നല്ല മെറ്റീരിയലും നല്ല ക്വസ്റ്റ്യൻസും ഡെയിലി ബേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു സ്ട്രാറ്റജിയാണത്. ജനറൽ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പറയുന്ന ഒരു ഡെയിലി അവർക്ക് ഒരു 5 hours പഠിക്കാനുള്ള മെറ്റീരിയൽ കൊടുക്കും. ഓക്കെ, എല്ലാ ദിവസവും ഒരു 50 ദിവസത്തേക്ക്, ഒരു നെക്സ്റ്റ് 50 ഡേയ്സിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കാണ്. അപ്പോൾ അരമണിക്കൂർ ഒരു ടോപ്പിക് വെച്ചിട്ട് ഒരു ടോപ്പിക് പഠിക്കാം, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. പിന്നെ അടുത്ത ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ മാനേജ്മെന്റ്, പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് ടോപ്പിക് പഠിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 20 മാർക്ക് ആയതുകൊണ്ട് 1 മണിക്കൂറിൽ 1-2 ടോപ്പിക് പഠിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസും സാമ്പിൾ മെറ്റീരിയൽ എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, നേരത്തെ ഡിസ്കസ് ചെയ്ത ടെലിഗ്രാം ചാനൽ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ജോയിൻ ചെയ്താൽ ഇല്ലെങ്കിലും അതൊരു പബ്ലിക് ചാനലാണ്. നമ്മൾ ഒരുപാട് മെറ്റീരിയലും ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു ബിഗ് അഡ്വാൻറ്റേജ് ആണ്. പേപ്പർ 2 സ്മാർട്ടായിട്ട് ഡെയിലി 5 മണിക്കൂർ. ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും രാവിലെ, ഈ ടൈം ഒരു ഫ്ലെക്സിബിൾ ടൈമാണ്, പക്ഷെ ഇത്രയും സമയം ഏറ്റവും ഏർലി നമ്മൾ എഴുന്നേറ്റ് ഫ്രഷ് ആയിരിക്കുമ്പോൾ പേപ്പർ 2 പഠിക്കുക. കാരണം നിങ്ങൾ പേപ്പർ 1 അറ്റ്ലീസ്റ്റ് പ്രിലിംസിനും വേറെ കേരള PSCന്റെ ഡിഗ്രി മെയിൻസിനൊക്കെ പഠിച്ചിട്ടുള്ള കുറെ ടോപ്പിക്സ് ആണ്. മറിച്ച് പേപ്പർ 2 എൻറ്റയർലി ന്യൂ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എൻറ്റയർലി ന്യൂ ആണ്. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ടൈം ഷെഡ്യൂൾ ആണത്. അത് നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് അതനുസരിച്ച് ടൈമിംഗ് മാറ്റാം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ മോർണിംഗ് 1 മണിക്കൂർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് പഠിക്കുക, പിന്നെ ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ 1 മണിക്കൂർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പഠിക്കുക, പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക, പിന്നെ ഒരു 1.5 മണിക്കൂർ കേരള എക്കണോമി പഠിക്കുക. 1.5 മണിക്കൂർ കേരള എക്കണോമിക്ക് കൊടുത്തത് അതിന്റെ വെയിറ്റേജ് 30 മാർക്ക് ഉള്ളതുകൊണ്ടാണ്, 30 ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ്. പിന്നെ എൻവയറമെന്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 1 മണിക്കൂർ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഈ ഗവർണൻസിന് കൊടുക്കുക. അപ്പൊ ഒരു രാവിലെ തുടങ്ങിയാൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഡെയിലി പേപ്പർ 2 നിന്ന് ഉള്ള എല്ലാ ടോപ്പിക്സ്, ഓരോ പ്രധാന കോർ മൊഡ്യൂൾസിൽ നിന്നും ഓരോരോ ടോപ്പിക്കും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ
ഒരു 60 to 70 മാർക്സ് നിങ്ങൾക്ക് പേപ്പർ 2 സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പേപ്പർ 2ന്റെ സിലബസ് വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്നവർക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് 100-ലൊക്കെ വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചുമ്മാ ഒരു എക്സാമിന് പഠിച്ചാൽ പോരാ, നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ഇന്റലിജന്റ് ആയിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ ആ സ്മാർട്ട്നെസ്സും ഇന്റലിജൻസും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യാം, പേപ്പർ 2 ഫോളോ ചെയ്യാം. പിന്നെ പേപ്പർ 1ന്റെ കേസിൽ ഇപ്പൊ പേപ്പർ 1 പഠിക്കണമെന്നല്ല, പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു 6 മണിക്കൂർ. കാരണം പേപ്പർ 1 ഒരു പ്രത്യേകതയുണ്ട്. പേപ്പർ 1 നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇംഗ്ലീഷിന് 13 മാർക്ക്, മലയാളത്തിന് 13 മാർക്ക്, മെന്റൽ അബിലിറ്റി റീസണിങ്, സിമ്പിൾ അർത്ഥമെറ്റിക് മെന്റൽ അബിലിറ്റി ആൻഡ് റീസണിങ് 15 മാർക്ക്. അപ്പോ 41 മാർക്ക് ഇംഗ്ലീഷും മലയാളവും മെന്റൽ അബിലിറ്റി അല്ലെങ്കിൽ മാത്സിൽ നിന്നാണ് വരുന്നത്. അത് നിങ്ങൾ പ്രിലിംസിന് പഠിച്ചവരാണ്, അത് നന്നായി സ്കോർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ പലരും പ്രിലിംസ് പാസ്സായത്. അപ്പൊ അത് പഠിക്കാതിരിക്കരുത്. ആ വെയിറ്റേജ്, ആ പ്രിലിംസിന് കിട്ടിയ ആ അഡ്വാൻറ്റേജ് മെയിൻസിനും നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പൊ അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഡെയിലി ഒരു അരമണിക്കൂർ ഇംഗ്ലീഷിനും മലയാളത്തിനും കൊടുക്കുക, ഒരു 45 മിനിറ്റ് മാത്സിന് അല്ലെങ്കിൽ മെന്റൽ അബിലിറ്റിക്ക് അല്ലെങ്കിൽ സിമ്പിൾ അർത്ഥമെറ്റിക് റീസണിങ്, അങ്ങനെ ഡെയിലി ഈ ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം കൊടുത്തേ മതിയാകൂ. അപ്പോൾ ഇംഗ്ലീഷിനൊക്കെ ആണെങ്കിൽ 13-ൽ 10 മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കണം. അത് വാങ്ങിച്ച് വാങ്ങിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, 10, 11, 12ഒക്കെ. മലയാളത്തിനും അങ്ങനെ 10-ന് മേലെ 13-ന് 10, 11 ആ സ്കോർ ചെയ്യാം. മാത്സിനും 15-ലൊക്കെ 12, 13 സ്കോർ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഇംഗ്ലീഷും മലയാളവും മാത്സിൽ നിന്നായിട്ട് നിങ്ങൾ ഈ 41-ൽ 35 മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 30 മാർക്ക് ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങൾക്ക് തന്നേ പറ്റൂ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് 30 മാർക്ക് നിങ്ങൾക്ക് 41-ൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ഡെയിലി മലയാളവും ഇംഗ്ലീഷും മാത്സും പഠിക്കാൻ നിങ്ങൾ സമയം കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സ്വാഭാവികമായിട്ടും സ്മാർട്ടായ കുട്ടികൾ അതിന് ടൈം കൊടുത്തിരിക്കും. കാരണം ആ 30 മാർക്ക് അല്ലെങ്കിൽ ആ 30-35 മാർക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. ഓക്കെ, കാരണം അതിലൊരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. മീൻസ് നമ്മൾ PYQ സോൾവ് ചെയ്താൽ തന്നെ മാത്രം മതി. ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട് ഇംഗ്ലീഷിനും മലയാളത്തിനും. അതുപോലെ തന്നെ മാത്സിനും നിങ്ങൾ PYQ, നിങ്ങൾ പ്രിലിംസിലൊക്കെ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അതേ ഒരു കുറച്ച് വ്യത്യാസം പെടുത്തിയിട്ട്, അതായത് മെയിൻസിന്റെ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണണം. കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണണം. അതനുസരിച്ച് വേണം പഠിക്കാൻ. അപ്പോൾ മെയിൻസിന് ആദ്യം മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ്, ഇതുവരെയുള്ള എല്ലാ ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മലയാളവും മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വേറെ ഉള്ള PSC നടത്തിയിട്ടുള്ള എക്സാംസിൽ നിന്ന് ഈ പറഞ്ഞ 3 സബ്ജക്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഒരു ദിവസം എല്ലാ സബ്ജക്റ്റിനും ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ടോപ്പിക് പഠിക്കുക, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും, അപ്പൊ ഇവിടെ സിലബസ് വാസ്റ്റ് ആയതുകൊണ്ട് ആ സിലബസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇതുവരെ കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏരിയാസും എടുത്തിട്ട്, അപ്പൊ ഇവിടെയും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ട കണ്ടന്റും ആ പർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ട കണ്ടന്റും അതിന്റെ ക്വസ്റ്റ്യൻസും കൊടുത്ത് അവരുടെ സമയം ലാഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് തേടി മെറ്റീരിയൽ തേടി പോകുന്ന സമയം കൊണ്ടിട്ട് ഉള്ള സമയം ഡെയിലി ഒരു 11 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ വായിക്കാനും എഴുതാനും ടെസ്റ്റ് എഴുതാനും മാത്രം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസിന് ഒരു വലിയൊരു ഫാക്ടർ ആവും. അപ്പോൾ ഓരോ മാർക്കിന് വെയിറ്റേജ് ആണ്. ഹിസ്റ്ററിന്ന് 7 മാർക്സ്, ജോഗ്രഫിന്ന് 7 മാർക്സ്, എക്കണോമിക്സിന് 7 മാർക്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പ്രിലിംസിന് പഠിച്ച ടോപ്പിക്സ് ആണ്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഇത് പ്രിലിംസിന് ഇല്ലാത്ത ടോപ്പിക് ആണ്, അതിന് 7 മാർക്സ് ഉണ്ട്. ഫിസിക്സ് കെമിസ്ട്രി ഇതും പ്രിലിംസിന് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്, മെയിൻസ് ടോപ്പിക് ആണ്. അപ്പൊ അതിൽ നിന്ന് 7 മാർക്സ് ഈച്ച് ഉണ്ട്. ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ, ഇതൊക്കെ പ്രീവിയസ് ഇയർ. ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ഏരിയാസ് ഉണ്ട്. അത് തന്നെ സോൾവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 8 മാർക്കിൽ 4-5 മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, സ്പോർട്സിൽ നിന്നാണെങ്കിലും റീസെന്റ് ആയിട്ടുള്ള സ്പോർട്സ് ന്യൂസ് നോക്കുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സ്പോർട്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കുക. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നിങ്ങൾ പ്രിലിംസിന് പഠിച്ച സിലബസ് തന്നെയാണ്, 6 മാർക്ക് ഉണ്ട്. അപ്പോൾ ഒരു പേപ്പർ 1-നെയും നിങ്ങൾ എന്ത് ചെയ്യരുത്,
പേപ്പർ ടൂവിന് വേണ്ടി ഒരുപാട് സമയം കൊടുത്തിട്ട് പേപ്പർ വണ്ണിനെ നെഗ്ലക്ട് ചെയ്യരുത്. ബാലൻസ്ഡ് പ്രിപ്പറേഷൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ദിവസത്തിന്റെ പകുതി സമയം ഓൾമോസ്റ്റ് പേപ്പർ ടൂവിനും ഉച്ചയ്ക്ക് ശേഷം സമയം ഇതേപോലെ സബ്ജക്ട് വെയിറ്റേജ് അനുസരിച്ച് സമയം കൊടുത്തിട്ട് ഒരു ദിവസം 10-11 മണിക്കൂർ കൊടുത്ത്, ചില ദിവസങ്ങളിൽ നമുക്ക് 1-2 സബ്ജക്ട് മിസ്സായി പോകും. അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് ഡേ അത് കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല മെറ്റീരിയലോട് കൂടി നല്ല സ്റ്റാൻഡേർഡ് PSCന്റെ ക്വസ്റ്റ്യൻസും അല്ല അതേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിച്ച് റിവൈസ് ചെയ്ത് കൂളായിട്ട് എക്സാമിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന 100, 110, 120, 125 മാർക്കൊക്കെ പോസിബിൾ ആണ്. അപ്പൊ ഈ 100 വാങ്ങിക്കുന്നതും 110 വാങ്ങിക്കുന്നതും 120 വാങ്ങിക്കുന്നതും ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന്റെ ഏത് സ്റ്റുഡന്റ് ആണോ എങ്ങനെ മീൻസ് ഒരു സ്റ്റുഡന്റ് എങ്ങനെ സ്മാർട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, ഏറ്റവും സ്മാർട്ട് ആയിട്ട് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് പ്രിപ്പയർ കാരണം ഇനിയിപ്പോ എല്ലാവർക്കും ഒരേ സമയം എല്ലാവർക്കും ഈക്വൽ ആണ്. എല്ലാവരും മുമ്പിൽ ഇനി 54 ദിവസമുള്ളൂ. അപ്പൊ ഈ 54 ദിവസം എല്ലാം മാക്സിമം ഒരു സ്റ്റുഡന്റ് പഠിക്കാൻ പറ്റുന്ന ഒരു ദിവസം 12 മണിക്കൂറാണ്. അതിന്റെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എഫിഷ്യൻസി സ്വാഭാവികമാണ്. ഒരു ഓൺ ആൻ ആവറേജ് ഒരു 12 hours നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും കയ്യിൽ സമയം സെയിം ആണ്. അപ്പൊ ഹൂ വിൽ സ്കോർ 125? അല്ല, ആരാണ് 125 വാങ്ങിക്കാൻ പോകുന്നത്, ആരാണ് 100 വാങ്ങിക്കുന്നത്, ആരാണ് 90 വാങ്ങിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് അത് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സ്റ്റുഡന്റിന്റെ സ്ട്രാറ്റജിയും ആ സ്റ്റുഡന്റ് ഫോളോ ചെയ്യുന്ന ആ മെന്റൽ പ്രിപ്പറേഷനുമാണ് അലോങ് വിത്ത് ദി സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ഇത് ഒരു 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 മെന്റർഷിപ്പിലൂടെ മാത്രമേ അവർക്ക് ആ സ്മാർട്ട്നെസ്സും ഇന്റലിജൻസും അവരുടെ പ്രിപ്പറേഷനിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവര് മെറ്റീരിയലിന്റെ പുറകെ പോവുക, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറകെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി സമയം കളയാൻ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ എന്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ അടുത്തൊരു 30 ദിവസത്തിനുള്ളിൽ ഡെയിലി 11 മണിക്കൂർ എന്നോട് ഞാൻ പറഞ്ഞത് 5 മണിക്കൂർ പേപ്പർ ടൂവിനും 6 മണിക്കൂർ പേപ്പർ വണ്ണിനും, അതിനിടയിൽ നമുക്ക് ബ്രേക്ക് അവേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഒരു 30 ദിവസം കൊണ്ടിട്ട് എന്ത് ചെയ്യാം, മാക്സിമം സിലബസ് കവർ ചെയ്യുക. അപ്പൊ ആ സിലബസ് കവർ ചെയ്തതിനു ശേഷം ഒരു ലാസ്റ്റ് 20 പ്ലസ് ഡേയ്സ് ഉണ്ട്, 24-20 ദിവസങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്യാം. ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പത്തേക്ക് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ച സബ്ജക്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ച അറിവ് നിങ്ങളെ എക്സാമിൽ യൂസ്ഫുൾ ആയി വരുന്നുണ്ടോ, അതായത് സെപ്റ്റംബർ 27 മുന്നോടിയായിട്ട് നിങ്ങൾ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യണം. ഇവിടെയും നമ്മൾ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 പേപ്പർ വണ്ണിന്റെയും 5 പേപ്പർ ടൂവിന്റെയും ഫുൾ ടെസ്റ്റ് സീരീസ് നിർബന്ധമാണ്. ടെസ്റ്റ് സീരീസ് ചെയ്താണ്ട് നിങ്ങൾ പോയിട്ട് എക്സാം ചെയ്യരുത്. കാരണം ടെസ്റ്റിന് നമ്മൾ അറിവ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് തെറ്റുകൾ വരുത്തും. ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യത്തെ ടെസ്റ്റ് നിങ്ങൾ നേരിടും. അതും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ ടെസ്റ്റിൽ നേരിടുക എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല പല പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതോടെ ആ പ്രോബ്ലം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് നിങ്ങളുടെ വീക്ക് ഏരിയ, എന്താണ് നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിനെ മീൻസ് അശ്രദ്ധ കാരണം പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ എല്ലാ കുട്ടികളും ഉള്ള ഒരു അഡ്വൈസ്, പല കുട്ടികളും എൻ്റെ അടുത്ത് വന്ന് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്, സാറേ ഞാൻ റീകളക്ട് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് അല്ലെങ്കിൽ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ റീകളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ടെൻഷൻ വരുന്നു എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളോടുള്ള ഞാൻ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ഞാൻ തരുകയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഫാക്റ്റ് ഉള്ളതൊന്നും മീൻസ് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊന്നും റീകളക്ട് ചെയ്യരുത്. ആര് റീകളക്ട് ചെയ്താലും നിങ്ങൾക്ക് പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അത്രയും ഇൻഫോർമേഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഈ എക്സാം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ചോയ്സ് ഉണ്ടാവും, അതിൽ ഒരെണ്ണമാണ് ഉത്തരം. അപ്പൊ ആ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയാനുള്ള മെത്തേഡാണ് അങ്ങനെ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ അവിടെ പഠിച്ച കാര്യം റീകളക്ട് ചെയ്യാനല്ല, പഠിച്ചത് മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യം കാണുമ്പോൾ ഉത്തരം കണ്ടെത്തണം. ചോദ്യം കണ്ടാൽ ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് ചെയ്യേണ്ടത്. അതിന് റിട്ടൺ എക്സാമിനാണ് ഈ റീകളക്ഷന്റെ ഒക്കെ ആവശ്യം വരുന്നത്. അവിടെ ഇത്രയും വേണ്ട ആവശ്യമില്ല. എന്നാലും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിച്ച കാര്യം റീകളക്ട് ചെയ്യരുത്. പഠിച്ച കാര്യം നിങ്ങൾ റിവൈസ് ചെയ്യുക, റീകളക്ട് ചെയ്യേണ്ട. അതായത് ഓർത്തെടുക്കാൻ ശ്രമിക്കരുത്. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. എന്താ, മാക്സിമം പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക, ഫാക്റ്റുകളെല്ലാം കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, അത് റിവൈസ് ചെയ്യുക. ഇത് നെക്സ്റ്റ് 50 ഡേയ്സിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, 50+ ഡേയ്സിൽ ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാം ഡേ എന്നാണ്. എക്സാം നടക്കുന്ന ദിവസം സെപ്റ്റംബർ 27-ന് നിങ്ങൾ പഠിച്ച കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ ചിലത് പഠിച്ചില്ല, ചിലത് ഞാൻ റിവൈസ് ചെയ്തില്ല, അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ആ ദിവസം പഠിച്ച കാര്യങ്ങൾ വളരെ കൂളായിട്ട്, മീൻസ് ആ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി. കാരണം അങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ടെസ്റ്റ് സീരീസ് നടത്തിയപ്പോഴും ടെസ്റ്റ് എഴുതിയപ്പോഴും ആ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം സെപ്റ്റംബർ 27-ന് നിങ്ങൾ എക്സാമിന് പോകുന്ന ദിവസം നിങ്ങളുടെ മൈൻഡ് കൂളായിരിക്കണം, നല്ല ഫ്രീ ആയിരിക്കണം, ഒരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും വരരുത്. നല്ല ഫ്രഷ് ആയ മൈൻഡോട് കൂടി, കൂളായ മൈൻഡോട് കൂടി ക്വസ്റ്റ്യൻ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആ ദിവസം ഈ പറയുന്ന മെന്റൽ സ്റ്റാറ്റസും മെന്റൽ സ്റ്റാറ്റസ് കൂളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ നോട്ട് കറക്റ്റ്, ഇൻകറക്റ്റ് എന്നുള്ള വേർഡ് മിസ്സായി പോകില്ല, കീവേഡ്സ് മിസ്സായി പോകില്ല. കാരണം ഈ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ വായിക്കുന്ന കീവേഡ് മിസ്സായി പോകുമ്പോഴാണ് നമുക്ക് തെറ്റ് വരുന്നത്. അപ്പൊ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഈ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ഒന്നും മിസ്സായി പോകില്ല. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് അശ്രദ്ധ കൊണ്ടുള്ള തെറ്റുകൾ സംഭവിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിപ്പോ നമ്മുടെ സ്റ്റുഡന്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, നമ്മുടെ ടെലിഗ്രാം ചാനൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് നിങ്ങൾ ജോയിൻ ചെയ്യുക, അത് നിർബന്ധമാണ്. ടെസ്റ്റ് സീരീസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ട്രിവാൻഡ്രം സെന്ററിൽ വെച്ച് തന്നെ നമ്മൾ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇനി വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈൻ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ മാക്സിമം കാരണം നിങ്ങൾ എക്സാം എഴുതുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്, നിങ്ങൾ സെന്ററിൽ പോയിട്ടാണ്. അപ്പൊ അങ്ങനെ തന്നെ എഴുതി വേണം പരീക്ഷ എഴുതേണ്ടത്. അപ്പോ നന്നായി പഠിക്കുക, സ്മാർട്ടായിട്ട് പഠിക്കുക, വിജയം നിങ്ങളെ തേടി വരും. താങ്ക് യു.